ഓഫറുകൾ ആരംഭിക്കുകയാണെന്ന് നമുക്കറിയാം. എന്തായാലും 22-ാം തീയതിയാണ് ഏർലി ആക്സസ് സെയിലുകൾ. അതായത് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ പ്ലസ് മെമ്പേഴ്സിന്, ആമസോണിലാണെങ്കിൽ പ്രൈം മെമ്പേഴ്സിന് ഏർലി ആക്സസ് സെയിലുകൾ ആരംഭിക്കുന്നത് 22-ാം തീയതി. അതായത് ഇന്ന് മുതലാണ്. നാളെ 23-ാം തീയതിയാണ് റിയൽ ആയിട്ടുള്ള സെയിൽ എല്ലാ കസ്റ്റമേഴ്സിനുള്ളത് ആരംഭിക്കുന്നത്. സോ ഓഫറുകൾ ഏറ്റവും നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ എല്ലാവരും തന്നെയും പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം യൂസ് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യുക. കാരണം വലിയ വില കൂടിയ ഫോണുകളുടെ മേലൊക്കെ കാര്യമായ ഓഫറുകളുണ്ട്. ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേയധികം ഫോണുകൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് അവിടെ കൊടുക്കാം, വേണമെങ്കിൽ അതൊന്ന് കണ്ടോളൂ. അതിൽ കവർ ചെയ്യാത്ത ഒരുപാട് ഫോണുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് റിവീൽ ആയിട്ടുള്ള ഓഫറുകളും പ്രൈസുകളൊക്കെയാണ്. സോ അപ്പോൾ കണ്ടു നോക്കുക, എന്നിട്ട് ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ പർച്ചേസ് ചെയ്യുക. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഓരോ പ്ലാറ്റ്ഫോമിലും ഡിഫറൻറ്റ് കാർഡുകളാണ്. അതായത് മെയിനായിട്ടും ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ICICI കാർഡിന്മേലാണ് ഓഫറുകൾ വരുന്നത്. അതേപോലെ ആമസോണിലാണെങ്കിൽ SBI കാർഡിന്മേലാണ് മെയിനായിട്ടുള്ള ഓഫറുകൾ വരുന്നത്. മറ്റ് കാർഡുകളൊക്കെ ഉണ്ട്, എന്നാലും ഇത് രണ്ടുമാണ് മെയിൻ കാർഡുകൾ. അതൊന്ന് മൈൻഡിൽ വെച്ചോളൂ. അപ്പോൾ ഈ കാർഡുകാരുടെ കയ്യിലുണ്ടെങ്കിൽ സംഘടിപ്പിച്ച് വെച്ചോളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം 25,000 തൊട്ട് ഒരു 50,000 രൂപയുടെ ഇടയിൽ ഒരുപാട് നല്ല ഫോണുകൾ ഇപ്പോൾ നല്ല ഓഫറിൽ കിടക്കുന്നുണ്ട്. ഒന്നൊന്നായിട്ടൊന്ന് വേഗം പറഞ്ഞാലോ. ആദ്യം തന്നെ സാംസങ്ങിൻ്റെ S24 FE, ഒന്നും പറയാനില്ല. 29,990 ആ ഫോൺ വന്നിട്ട് നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണാണ്. ടോപ്പ് ആൻഡ് ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർ വന്നിട്ട് ഇത് എടുക്കരുത്. ഗെയിമിങ്ങിന് വേറെ ഫോൺ നോക്കുക. ആ ഒറ്റ കാര്യം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യത്തിനും അത്യാവശ്യം ഗെയിം കളിക്കാനും പറ്റിയ ഒരു അടിപൊളി ഓൾറൗണ്ടർ ഫോണാണ്. A to Z ഫീച്ചറുകൾ ഈ ഫോണിലുണ്ടായിരിക്കും. S24 FE നല്ല ഓപ്ഷനാണ് ഈ പ്രൈസിന്. സോ അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇനി അടുത്തതാണ് സാംസങ്ങിൻ്റെ തന്നെ S24ൻ്റെ സ്നാപ്ഡ്രാഗൺ എഡിഷൻ. ഈ S24 കോമ്പാക്റ്റ് ആയിട്ടുള്ള ഈ ഫോൺ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ എക്സിനോസ് പ്രൊസസ്സർ അതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് പലരും എടുക്കാറില്ല. പക്ഷേ S24 സ്നാപ്ഡ്രാഗൺ എഡിഷൻ ഇപ്പോൾ ഈ ഒരു വിലയ്ക്ക്, അതായത് 38,990 കിട്ടുന്നുണ്ട്. 8 Gen 3 പ്രോസസ്സറാണ് ഇരിക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ട് ആ ഒരു ഫോൺ എന്ന് പറയുന്നത് അടിപൊളി ഓപ്ഷനാണ്. ആ പ്രൈസും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഇനി ഇതേ റേഞ്ചിൽ നിൽക്കുന്ന മറ്റൊരു നല്ല ഫോണാണ് OnePlusൻ്റെ Nord 5. ഇതൊരു അടിപൊളി ഫോണാണ്. ഈ ഒരു ഫോൺ 32 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഫോണാണ്. ഇപ്പോൾ വന്നിട്ട് 28,749 എന്ന് പറയുന്ന പ്രൈസിന് കിട്ടുന്നുണ്ട്. ആ പ്രൈസിന് ആ ഫോൺ അടിപൊളിയാണ്. ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സർ ഉണ്ട്. അതുപോലെ 1.5K AMOLED ഡിസ്പ്ലേ ഉണ്ട്. 6800 mAh ബാറ്ററി ഉണ്ട്. നല്ല ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ഓവറോൾ OnePlusൻ്റെ ഓക്സിജൻ നോയ്സ് അടക്കമുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഫോൺ നിങ്ങൾക്ക് തരും. ഇത് വന്നിട്ട് 28,749 എന്ന പ്രൈസിന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഡീലാണ്. ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് OnePlusൻ്റെ 13 ആ ഫ്ലാഗ്ഷിപ്പ് സീരീസിലെ ഈ OnePlus 13 6 എന്ന് പറഞ്ഞിട്ടായിട്ട് ഇറങ്ങാറുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 6 വരാറുള്ളത്. OnePlus 13 6 നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 40,000 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. 35,990 ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഓഫറിൽ. 35,990 ഈ ഒരു ഫോൺ നല്ലതാണ് കേട്ടോ. കാരണം ഈ ഒരു ഫോണിൽ 8 Gen 3 പ്രോസർ ഉണ്ട്. 1.5K AMOLED ഡിസ്പ്ലേ, 6000 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ് തുടങ്ങിയ ഒരുപാട് നല്ല സ്പെക്ക് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ലൈഫ് ടൈം ഡിസ്പ്ലേ വാറണ്ടി ഉണ്ട്. സോ അപ്പോൾ ധൈര്യമായിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. എന്തെങ്കിലും പറ്റി അവർ കൈകാര്യം ചെയ്തോളൂന്നാണ് മനസ്സിലാവുന്നത്. സോ നല്ലൊരു സെറ്റപ്പാണ് OnePlusൻ്റെ 13R. പിന്നെ Pixel 9 34,990. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് പിക്സൽ ഫോണുകളുടെ ഓഫറിൻ്റെ കാര്യം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 34,990 Pixel 9 കിട്ടുന്നുണ്ട്. നല്ല ഓഫറാണ്, കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ഇനി ഇതിനൊക്കെ മുകളിലേക്ക് ഒരു 40 മുകളിലേക്ക് 50, 55, 60 ആ റേഞ്ചിലേക്കൊക്കെ വരുമ്പോൾ ഒരു 50 രൂപ ആ ഒരു സറൗണ്ടിങ്ങിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഫോണുകൾ, അടിപൊളി ഫോണുകൾ ഓഫറിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. മെയിനായിട്ടും iPhone 16 51,990 കിട്ടുന്നുണ്ട്. ആ പ്രൈസിന് ആ ഫോൺ അടിപൊളിയാണ്. തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ അവിടെ വേറെ സംശയത്തിനൊന്നും ആവശ്യമില്ല. പിന്നെ ഈ iPhone 14ഉം 15ഉം കൂടി ഓഫറിലുണ്ട്. 14 എന്ന് പറയുമ്പോൾ 39,990 കിട്ടുന്നത്. പക്ഷേ 15 നമുക്ക് 43 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. ഒരു 3000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ 15 കിട്ടും. നിങ്ങൾ 14 എടുക്കാതെ 15 എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ Type-C പോർട്ടൊക്കെ നമുക്ക് 15 തൊട്ടാണ് വരുന്നത്. നിങ്ങൾ 14 എടുത്തു കഴിഞ്ഞാൽ ഈ പഴയ ലൈറ്റ്നിങ് പോർട്ട് തന്നെയാണ്. ലൈറ്റ്നിങ് കേബിളും കൊണ്ട് നടക്കേണ്ടി വരും. മാത്രമല്ല നമുക്ക് അതിനകത്ത് ഡൈനാമിക് ഐലൻഡ് ആ ഒരു സെറ്റപ്പ് പുതിയ മോഡലിൻ്റെ സെറ്റപ്പാണ്. മറ്റേത് നോച്ചാണ് 14. അപ്പോൾ അതിനേക്കാളും നല്ല കുറച്ചും കൂടി ബെറ്റർ ഇതാണ്. കൂടിയ ബ്രൈറ്റ്നസ്, അത് 1200 നിറ്റ്സേ ഉള്ളൂ. ഇത് 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് 15ൽ വരുന്നത്. കുറച്ചും കൂടി ബെറ്റർ ബ്രൈറ്റർ ഡിസ്പ്ലേ വരും. പിന്നെ ക്യാമറയിൽ മറ്റേത് 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പാണ്. ഇതിൽ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പാണ്. സോ ക്യാമറ റെസൊല്യൂഷനിലും നല്ല വ്യത്യാസമുണ്ട്. സോ ഒരുപാട് കാര്യങ്ങളൊരു മോഡേൺ ഫീല് 15 ആയിരിക്കും ഉണ്ടായിരിക്കുക. 14 അത് ഉണ്ടാവില്ല. സോ ഒരു 3000 കൂടി കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ 14 എടുക്കാതെ 15 എടുക്കുക. സോ അതാണ് നല്ല ഓഫർ. 15 തൊട്ട് ഇങ്ങോട്ട് പുതിയ ട്രെൻഡിലുള്ള ഫോണുകളാണ്. Type-C പോർട്ടും ഡൈനാമിക് ഐലൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പാണ്. സോ ഇതൊന്ന് മൈൻഡിൽ വെച്ചോളൂ. ഈ 14 എടുക്കാൻ പോകുന്നവരൊന്ന് മൈൻഡിൽ വെച്ചോളൂ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ വീഡിയോ. കാരണം ഇത് അറിയാണ്ട് ആരെങ്കിലും പോയിട്ട് 14 എടുക്കാൻ സാധ്യതയുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഓക്കെ. ഇനി മറ്റൊരു സംഭവം, ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഒരു കോമ്പാക്ട് ഫോൺ വരുന്നുണ്ട്. OnePlus 13S എന്ന് പറയുന്ന ഫോൺ. ഇത് വന്നിട്ട് 47 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. അതായത് 55 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഫോണാണ്. അതിപ്പോൾ ഓഫറിൽ 47. ഇത് മിക്കവാറും ഒക്കെ ഈ ഓഫറിലുണ്ട്. എന്തായാലും ഇപ്പോഴും ഇത് ഈ ഓഫറിലുണ്ട്. ആ ഫോൺ ഇഷ്ടമാണ്, കോമ്പാക്ട് ഫോൺ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇനി ബഡ്ജറ്റ് വളരെ കൂടുതൽ, ഞാൻ കുറവിൻ്റെ പറഞ്ഞില്ലേ, 20,000 രൂപ. ആദ്യം നമുക്ക് ഈ ടോപ്പ് ലെവൽ സംഭവങ്ങൾ അവസാനിപ്പിക്കാം. iPhone അല്ലെങ്കിൽ S24 Ultra പോലുള്ള ഗംഭീര സാധനങ്ങളുണ്ട്. നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കാൻ ഈ ഓഫർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ 71 സംതിങ് നമുക്ക് S24 Ultra കിട്ടുന്നുണ്ട്. S24 Ultra
ആ ഒരു പ്രൈസിന് എസ് പെൻ അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടി നല്ല ടോപ്പ് ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ക്യാമറ ആയാലും 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ എല്ലാ സെറ്റപ്പും അതിനകത്തുണ്ട്, അതിലൊന്നും ഇല്ലാത്തതില്ല. സോ 71 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്നേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സോ കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ് ആ പ്രൈസിന്. ഇനി ഈ അൾട്ര കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ പറഞ്ഞാൽ അടിപൊളി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ സാംസങ്ങിൻ്റെ S25 അൾട്ര 4 അൾട്ര പറയും. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഞാനൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ അത് OnePlusൻ്റെ ഫോണാണ്. അങ്ങനെ പറയുമ്പോൾ OnePlus 13 ആണ് അടിപൊളി ഓപ്ഷനായിട്ട് ഞാൻ പറയാറുള്ളത്. ഒരുപാട് പേര് എടുത്ത് ഉപയോഗിക്കുന്നത്, നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ആ ഒരു ഫോൺ 69, 68, 69, 70 ആ റേഞ്ചിലാണ് നിൽക്കാറുള്ളത്. ഇപ്പോൾ 57,990 കിട്ടുന്നുണ്ട്. സോ ആ പ്രൈസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. തീർച്ചയായിട്ടും പഠിക്കാം. ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൽ എല്ലാത്തിനെയും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയെന്ന് ഉറപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാ കാര്യങ്ങളൊന്നും വിസ്തരിച്ച് പറയുന്നില്ല. 13 എന്തായാലും അടിപൊളി ഫോണാണ്. ഈ പ്രൈസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് തോന്നുന്ന ഐഫോൺ ആണ് വേണമെങ്കിൽ 16 Pro ഒക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് 69,990 വരുന്നുണ്ട്. തീർച്ചയായിട്ടും നോക്കാം. പ്രോ ഫോണാണ്, ഒരു രക്ഷയില്ല, ഡീസൻറ്റ് സാധനം. 16 Pro Max ആണെങ്കിൽ 89,990 വരുന്നുണ്ട്. 89,990 Pro Max കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാനില്ല, സെറ്റ് സാധനമാണ്, കയ്യോടെ പിടയ്ക്കാം. പക്ഷേ ഇവിടെ എനിക്കൊരു ചെറിയ അഭിപ്രായമുള്ളത്, ഈ 16 Pro 69,990 128 GB ആണ്. 256 വേണമെങ്കിൽ 75 രൂപ 76 രൂപ റേഞ്ചിൽ പോകണം 16 Pro. അതേസമയം നിങ്ങളിപ്പോൾ iPhone 17 ഇറങ്ങിയിട്ടുണ്ട്. 17 വന്നിട്ട് പല കാര്യങ്ങളിലും ഈ പഴയ 16 Proയേക്കാളും ബെറ്ററാണ് എന്നുള്ളതാണ് വാസ്തവം. സോ ഇന്ന് തിരക്ക് പിടിച്ച് പോയിട്ട് ഇത് 16 Pro എടുക്കുന്നതിന് മുൻപ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം അടുത്ത ദിവസം iPhone 17 വീഡിയോ ഇടുന്നുണ്ട്. സോ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ 17 വീഡിയോ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചോളൂ, നാളെ വീഡിയോ വരും. ഓക്കെ, അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ 20 രൂപ ആ ഒരു ചുറ്റുവട്ടത്തേക്ക് 15 തൊട്ട് 20, 25, 30 ആ ഒരു ബഡ്ജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിയോ 10 വന്നിട്ട് 33 രൂപ റേഞ്ചിലൊക്കെ നിന്ന് 34 റേഞ്ചിൽ നിന്ന ഫോണാണ് 29,990 കിട്ടുന്നുണ്ട്. iQOO Neo 10 അടിപൊളി ഓപ്ഷനാണ്. ആ ഫോണിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഹെവി പെർഫോമൻസ് ഉള്ള അടിപൊളി ബാറ്ററി സെറ്റപ്പ് ഉള്ള നല്ല ചാർജിംഗ് ഉള്ള അടിപൊളി ഫോണാണ്. അതായത് 8S Gen 4 പ്രോസസർ, 7000 mAh ബാറ്ററി, 1.5K ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സെറ്റപ്പാണ്. സോ ഗെയിമിങ്ങിന് അത് അടിപൊളിയാണ്. ഇനി 10,000-2,000 രൂപയുടെ കുറവും കൂടി വേണമെങ്കിൽ പോക്കോ F7 നോക്കാം. അതും അടിപൊളി ഓപ്ഷനാണ്. 28,990 കിട്ടും. സോ 1,000 രൂപയുടെ കുറവുള്ളൂ. പോക്കോ ഓക്കെയാണ്. നിങ്ങൾക്ക് iQOO തന്നെ വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ, iQOOന് താല്പര്യം ഇല്ല എങ്കിൽ മാത്രം പോക്കോ നോക്കാം. പോക്കോ F7 വന്നിട്ട് ഈ പ്രൈസിന് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമിംഗ് ഫോണാണ്. വാല്യൂ ഫോർ മണി തന്നെയാണ്. സോ iQOO Neo 10, പോക്കോ F7 രണ്ടും ബെസ്റ്റ് പെർഫോമിംഗ് ആണ്. 1000 രൂപയുടെ വ്യത്യാസമുള്ളൂ. 28, 29, 30 പ്രൈസുകൾ വരുന്നത്. ഇനി മറ്റൊരു നല്ല ഓഫർ ഞാനിവിടെ കണ്ടത്, നമ്മുടെ ഫാനുള്ള ഫോൺ എന്ന് പറഞ്ഞൊരു ഫോണിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തത്, ഓപ്പോ K13 ടർബോ. അത് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. 37 രൂപ റേഞ്ചിലൊക്കെയാണ് ആ ഫോണിൻ്റെ വില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓഫറിൽ 24 രൂപ റേഞ്ചിൽ കിട്ടും, 24-25 രൂപ റേഞ്ചിൽ കിട്ടുമെന്ന് കാണിക്കുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു തരികട ഉണ്ടാകും. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കൂ. താല്പര്യം അത് വാങ്ങിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് ആ പ്രൈസിന് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു ഡീലാണ്. തീർച്ചയായിട്ടും പഠിക്കാം. ഇനി മറ്റൊരു നല്ല ഡീൽ എന്ന് പറയുന്നത് Vivo T4 ആണ്. ഇത് വന്നിട്ട് 25 രൂപ റേഞ്ചിൽ നിന്നൊരു ഫോണാണ്. 18,990 കാണിക്കുന്നുണ്ട്. ഇതിൽ 7S Gen 3 പ്രോസർ, 7300 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും ബാറ്ററിയും ഒക്കെ ഉള്ളൊരു ഫോൺ നോക്കുന്നെങ്കിൽ ഈ സംഭവം Vivo T4 5G നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. നല്ല ഓഫറാണ്. ഇനി മറ്റൊരു നല്ല ഫോൺ OnePlusൻ്റെ Nord CE5 എന്ന് പറയുന്ന ഫോൺ. അത് 25 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. ഇപ്പോൾ 22, 23 രൂപ റേഞ്ചിൽ മറ്റു ഓഫറിൽ കാണിക്കുന്നുണ്ട്. നല്ല പരിപാടിയാണ്. Dimensity 8350 പ്രോസർ, 7100 mAh ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ടൊന്ന് വിശദമായ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ. പ്രൈസും ഡീലും കൊള്ളാം. ഇനി നമ്മുടെ ബഡ്ജറ്റ് ഒരു 13, 15, 16 രൂപ റേഞ്ചിലൊക്കെ ആണെങ്കിൽ സാംസങ്ങിൻ്റെ M36 ഒരു നല്ല ഓൾറൗണ്ടർ ഫോണാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചറും ഉണ്ട്. നല്ല ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഉണ്ട്, 5000 mAh ബാറ്ററി ഉള്ളൂ, 25 വാട്ട് ചാർജിങ് ഉണ്ട്, Exynos 1380 എന്ന പ്രോസർ. സാധാരണ യൂസിന് യാതൊരു പ്രശ്നമില്ല. ഗെയിമിങ്ങിനൊന്നും ഞാൻ പറയില്ല. ബട്ട് സാധാരണ യൂസിനാണ് ഒരു ഓൾറൗണ്ടർ ഫോൺ നിങ്ങൾ നോക്കുന്നെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും, ഓട്ടോ കോൾ റെക്കോർഡിംഗ് അടക്കമുള്ള എല്ലാ സംവിധാനമുള്ള ഒരു നല്ല ഫോണാണ് ഈ M36. ഫ്ലിപ്കാർട്ടിൽ നിന്ന് പോയി എടുക്കാൻ പോയാൽ F36 എന്നായിരിക്കും പേര്, അത് മാത്രം മറക്കണ്ട. പ്രൈസ് രണ്ടും 13,990 കിട്ടും. 17 രൂപ റേഞ്ചിൽ വില വരുന്ന ഫോണാണ്. ഇതിപ്പോൾ ഓഫറിൽ 13 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. നല്ല ഡീലാണ്. പിന്നെ ഓപ്പോ K13 19,500 ആ ഒരു റേഞ്ചിൽ, 19,500, 19K റേഞ്ചിൽ വിലയുള്ള ഫോണാണ്. ഇപ്പോൾ 14 സംതിങ്ങിന് വരുന്നുണ്ട്. അത് നല്ല ഡീലാണ്. തീർച്ചയായിട്ടും ഓപ്പോ K13 ഡീറ്റെയിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പിന്നെ iQOOൻ്റെ C10R ഒരുപാട് പേര് എടുത്തുള്ള ഒരു ഫോണാണ്. ഞാനും നല്ല ഫോണാണെന്ന് അഭിപ്രായം പറഞ്ഞുള്ളൊരു ഫോണാണ്. 20,000 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. ഇത് വന്നിട്ട് 17,500 കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൽ Dimensity 7400 പ്രോസർ ഉണ്ട്, 50 MP ക്യാമറ സെറ്റപ്പ്, 32 MP സെൽഫി, 5700 mAh ബാറ്ററി, 44 വാട്ട് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മൊത്തത്തിലൊരു നല്ല സെറ്റപ്പാണ് C10R. ആ വിലയ്ക്ക് നല്ലതാണ്. ഇനി ബഡ്ജറ്റ് 10 രൂപയിൽ താഴെയാണെങ്കിൽ നമുക്ക് പോക്കോ M7 Plus ഇപ്പോൾ 10,990 കിട്ടുന്നുണ്ട്. അത് 13, 14 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഫോണാണ്. പോക്കോ M7 Plus കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. 6S Gen 3 ആണ് ഇതിൽ പ്രൊസസർ വരുന്നത്. 7000 mAh ബാറ്ററിയൊക്കെ ആ വിലയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട്. സോ നല്ല ബാറ്ററിയും നല്ല പെർഫോമൻസും. ബാക്കി എല്ലാ കാര്യങ്ങളും പോക്കോയുടെ പതിവ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഡീസൻ്റാണ്. ഇനി ഇത്രയും ബഡ്ജറ്റ് ഇല്ല, നമുക്ക് 6000, 7000 രൂപ റേഞ്ചിലൊക്കെ ബഡ്ജറ്റ് ഉള്ളൂവെങ്കിൽ പോക്കോ C71 വന്നിട്ട് നല്ലൊരു ഡീലായിരിക്കും.
അതായത് വലിയ ഡീലൊന്നുമില്ല, അവിടെ വലിയ വ്യത്യാസം വിലയിൽ കാണില്ല. കാരണം 6700 അങ്ങോട്ടുള്ള സംഭവം 6200 റേഞ്ചിലേക്ക് 500 രൂപയുടെ കണ്ട ഒരു വ്യത്യാസമൊക്കെ ഉള്ളൂ. പക്ഷേ ആ വിലയ്ക്ക് ആ ഫോൺ നല്ലതാണ്. നിങ്ങളൊരു എൻട്രി ലെവൽ ഫോൺ എടുക്കണമെന്ന് നിവൃത്തിയിലാണ് നിൽക്കുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. 10 രൂപ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോക്കോ M7 Plus എടുത്താൽ മതി. അതില്ല, നമുക്ക് 6000-7000 ഒക്കെ മാക്സിമം കയ്യിലുള്ളൂ മാത്രം ഈ C71 എന്ന് പറയുന്ന ഫോണിനെ പരിഗണിക്കാം. 6200 കിട്ടും. സോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ റിവ്യൂലായിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് നല്ല നല്ല ഓഫറുകൾ എല്ലാം വ്യക്തമായി മനസ്സിലാക്കി. ആ ഓഫറുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. ചിലർ ഇങ്ങനത്തെ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി അവർ ചെയ്യും. 25 രൂപയുടെ സാധനം ഇരുക്കി എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ലാസ്റ്റ് നമ്മൾ പേ ചെയ്യാൻ നേരത്ത് അത് മറ്റേ കാർഡിനാണ് കേട്ടോ, ആ കാർഡിൽ ഇന്ന സംഭവം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ കേട്ടോ, ഇതിപ്പോൾ 23 രൂപയാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് 23 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നമ്മൾ പറ്റിക്കപ്പെട്ടു. അപ്പം അങ്ങനെ നിന്ന് കൊടുക്കരുത്. കൃത്യമായിട്ട് പറഞ്ഞ ഓഫർ, അവർ പറയുന്ന കണ്ടീഷനുള്ള കാർഡ് എടുത്തുകൊണ്ട് ചെല്ലുക. കൃത്യമായിട്ട് ഓഫർ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ വിട്ട് കളഞ്ഞിരിക്കുക. സോ അപ്പോൾ അതാണ് ഓഫറുകൾ. ഏറ്റവും പുതിയതായിട്ട് ഇന്ന് 21-ാം തീയതി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഓഫറുകൾ. ഇതിപ്പോൾ 21-ാം തീയതി ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നാളെ പബ്ലിഷ് 22-ാം തീയതി പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. സെയിൽ സ്റ്റാർട്ടായിട്ടുണ്ടാവും. നല്ല ഓഫറുകൾ, നല്ല അടിപൊളിയായിട്ടുള്ള ഫോണുകൾ വാങ്ങിക്കുക. ആകെ 16 Pro എടുക്കാൻ പോകുന്നവർ മാത്രം വേണമെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. 17-ന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കിയിട്ട് എടുത്താൽ മതി 16 Pro എന്നുള്ളതാണ് ഒരു അഭിപ്രായമുള്ളത്. വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, ഫോൺ വാങ്ങരുതെന്ന് പറയില്ല. വാങ്ങിച്ച അടിപൊളിയാണ്, 16 Pro ഒക്കെ അടിപൊളി തന്നെയാണ്. എന്നാലും 17 ബെറ്റർ. നാളെ വീഡിയോ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോ. കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ പറയാം. സോ അത്രയുമാണ് ഓഫറിൻ്റെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.